വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ലാഭേച്ഛയില്ലാത്ത കാൽനൂറ്റാണ്ട് കഠിനാധ്വാനത്തിന് അംഗീകാരം. മാറാടിയിലെ ജോൺ മാത്യുവിന് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം പുരയിടത്തെ വനമാക്കി മാറ്റി പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ടൊരു മാതൃക തീർക്കുകയാണ് മൂവാറ്റുപുഴ ഈസ്റ്റ് മാറാടി മാളിയേക്കൽ ജോൺ മാത്യു. വംശനാശ ഭീഷണി നേരിടുന്നതും തദ്ദേശീയവുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി ജോൺ മാത്യു നടത്തിയ കാൽനൂറ്റാണ്ടിലെ കഠിനാധ്വാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ 2025 വനമിത്ര പുരസ്കാരം ലഭിച്ചു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 നടന്ന ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. എറണാകുളം ജോൺ മാത്യു, മാളിയേക്കൽ ഈസ്റ്റ് മാറാടി മൂവാറ്റുപുഴ. കോൺക്രീറ്റ് കാടുകൾക്കായി പച്ചപ്പുകൾ വെട്ടിപ്പിളർക്കുന്ന ആധുനിക സമൂഹത്തിനു മുന്നിൽ കഴിഞ്ഞ 25 വർഷമായി തന്റെ 2 ഏക്കറോളം വരുന്ന ഭൂമിയെ ഒരു കുട്ടി വനമാക്കി മാറ്റാനുള്ള ദൗത്യത്തിലായിരുന്നു ജോൺ. കേരളത്തിലെ വനങ്ങളിൽ പോലും ഇന്ന് കാണാൻ കിട്ടാത്ത ഒട്ടനവധി അപൂർവ സസ്യങ്ങളും ഔഷധ ചെടികളും സ്വന്തം സമ്പാദ്യവും സമയവും ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവിടെ വെച്ചുപിടിപ്പിച്ചത്. പ്രകൃതിയോടുള്ള ഈ അടങ്ങാത്ത അഭിനിവേശത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ രേഖയും മക്കളായ ശ്വേത, നീത, സ്റ്റീവ് എന്നിവരും സദാ ഒപ്പമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം വാങ്ങി ഇവിടെ ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ജോണിനോട് ഇതുകൊണ്ട് എന്ത് ലാഭമാണ് കിട്ടുക എന്ന് ചോദിച്ച് പലരും കളിയാക്കി. പക്ഷേ ലാഭനഷ്ടങ്ങളുടെ കണക്കു പുസ്തകത്തിനപ്പുറം വരും തലമുറയ്ക്കുള്ള കരുതലായാണ് ഇതിനെ കണ്ടതെന്നും അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ലെന്നും ജോൺ പറഞ്ഞു. ചെറുപ്പത്തിലെ ഈ മരങ്ങളും ചെടികളൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ വലുതായി ഫാമിലിയൊക്കെയായി ഒരു വീടൊക്കെ വെച്ചപ്പോൾ അങ്ങനെ കുറച്ച് സ്വന്തം സ്ഥലത്ത് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ പബ്ലിക് സ്ഥലങ്ങളിൽ ചെയ്യുന്നതൊക്കെ കാലക്രമേണ നശിക്കപ്പെട്ട് പോണ റോഡ് വീതി കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നശിച്ചു പോകണ കാണുന്നതുകൊണ്ട് ഇത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ ധാരാളം ശലഭങ്ങളും തുമ്പികളും മുതൽ വണ്ടുകൾ അങ്ങനെയുള്ളതൊക്കെ മുതൽ എല്ലാം ഉണ്ടാവും ഇവിടെ. ഉടുമ്പും പാമ്പും കീരിയും അങ്ങനെ എല്ലാം ഉണ്ടാവും. എല്ലാം ചീവീട് കരയണ കേൾക്കണില്ലേ? ഈ ചീവീട് കരയണ ശബ്ദം തന്നെ ഇപ്പോൾ എവിടെയും ഉണ്ടാവില്ല. അങ്ങനെ വംശനാശം നേരിടുന്ന നാട്ടുചെടികൾ തേടി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ജോൺ യാത്ര ചെയ്തു. കുന്നംകുളം ഭാഗങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കുളവെട്ടി എന്ന അപൂർവ മരം തൻ്റെ തോട്ടത്തിൽ എത്തിച്ച് അദ്ദേഹം വിജയകരമായി വളർത്തിയെടുത്തു. ആയുർവേദത്തിലേറെ പ്രാധാന്യമുള്ള നാൽപ്പാമരം, നാഗമരം, പ്ലാശ്, ത്രിഫല ഇനങ്ങൾ, ദശപുഷ്പങ്ങൾ, പഞ്ചവൽക്കലം തുടങ്ങി നിരവധി ഔഷധ സസ്യങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഇന്ന് ഈ വനത്തിലുണ്ട്. ഇതുകൂടാതെ 27 നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട 27 നക്ഷത്ര വൃക്ഷങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ തഴച്ചു വളരുന്നു. നാടിന് കുളിർമയേകുന്ന ഒരു തണ്ണീർത്തടം മാത്രമല്ല, ജൈവവൈവിധ്യത്തിന്റെ അഭയകേന്ദ്രം കൂടിയാണ് ഇവിടം. കേവലം മരങ്ങൾ മാത്രമല്ല, അപൂർവങ്ങളായ നിരവധി ജീവജാലങ്ങൾക്കും ചിത്രശലഭങ്ങൾക്കും ഈ വനം ഇന്ന് സുരക്ഷിതമായ ഇടമാണ്. ഓറഞ്ച് തലയൻ കിളി, ഹൃദയചിഹ്നമുള്ള പാട്ടക്കണ്ണൻ, മരപ്പൊത്തൻ, കാട്ടുപുള്ള്, ചെമ്പൻ കോഴി തുടങ്ങിയ അപൂർവ ഇനം പക്ഷികളെയും ആമകൾ, അപൂർവ എട്ടുകാലികൾ എന്നിവയെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 100ഓളം ഇനത്തിൽപ്പെട്ട വർണ്ണാഭമായ ചിത്രശലഭങ്ങളും ഈ കാടിന് മാറ്റുകൂട്ടുന്നു. ഈ വനവൽക്കരണം പ്രദേശത്തെ പരിസ്ഥിതിയിലും വലിയ ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. മുൻപ് കടുത്ത ജലക്ഷാമം നേരിട്ടിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് വർഷം മുഴുവൻ ജലലഭ്യതയുണ്ട്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വെള്ളം കുടിമുട്ടുമ്പോഴും ഈ കാട്ടിലെ മണ്ണിൽ ഈർപ്പവും ഭൂഗർഭജലവും സമൃദ്ധമാണ്. കാടുകൾ വെട്ടിത്തെളിക്കുന്നത് എങ്ങനെ വരൾച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത് എങ്ങനെ ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്നും ഈ പ്രദേശം തെളിയിക്കുന്നു. ഒരാളുടെ നിരന്തരമായ പരിശ്രമവും പ്രകൃതിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പച്ചപ്പിനെ തിരിച്ചുപിടിക്കാം എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഈ വനം. വനനശീകരണവും കോൺക്രീറ്റ് നിർമ്മിതികളും മൂലം ചൂട് ക്രമാതീതമായി ഉയരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ജോൺ മാത്യുവിൻ്റെ ഈ ദൗത്യം കേവലം ഒരു വ്യക്തിഗത നേട്ടമല്ല, മറിച്ച് ഭൂമിയെ സംരക്ഷിക്കാൻ ഓരോ മനുഷ്യനും മാതൃകയാക്കേണ്ട വലിയൊരു പാഠപുസ്തകമാണ്. ഒരു കാലത്ത് ലാഭമില്ലാത്ത പണിയെന്ന് പറഞ്ഞ് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞ ജോണിൻ്റെ ഹരിത ദൗത്യം ഇന്ന് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായി തിളങ്ങി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.
സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.